ഇന്ന് നിങ്ങളുടെ ചുറ്റുപാടും നോക്കിയാൽ, നിങ്ങളുടെ അവസ്ഥയിലേക്ക് നോക്കിയാൽ, നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് നോക്കിയാൽ സന്തോഷിക്കാൻ പ്രത്യേകിച്ച് വകയൊന്നുമില്ല. എന്നാൽ മകനെ, നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്റെ മേലൊരു സന്തോഷത്തിൻ്റെ ഒരു കലവറ തുറക്കാൻ യേശുക്രിസ്തു നിന്നിൽ ആശ വച്ചിരിക്കുന്നു എന്നുള്ള ആ സത്യം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. എൻ്റെ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ചില ഭയപ്പാടുകൾ മാറുമ്പോൾ തന്നെ സന്തോഷം തുടങ്ങും. ഇന്ന് ഭാവിയെക്കുറിച്ച് ഭയപ്പാടുകളാണ്. എൻ്റെ കടം എന്താകും? അതൊരു അവിശ്വാസമാണ്. എൻ്റെ കടം എൻ്റെ കർത്താവ് നീക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ആ കടത്തെക്കുറിച്ച് ഭയപ്പെടണ്ട. ആ വിശ്വാസം വരണമെങ്കിൽ ഈ യേശുവുമായി ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം. കർത്താവിന് സ്തോത്രം. ഈ യേശു സർവ്വശക്തനാണെന്നുള്ള യഥാർത്ഥമായൊരു കാഴ്ചപ്പാട് വേണം. എൻ്റെ കാര്യം നോക്കിത്തരാൻ യേശുവിന് കഴിയുമെന്നുള്ള ആഴമേറിയ വിശ്വാസം വേണം. സന്തോഷം ഒരു വസ്തുവല്ല, സന്തോഷം ഒരു ആചാരമല്ല, സന്തോഷം ഒരു അനുഷ്ഠാനമല്ല, സന്തോഷം ഏതെങ്കിലും തീർത്ഥയാത്ര ചെയ്യുന്നതല്ല. അല്ല പ്രിയരെ, സന്തോഷം ഒരു വ്യക്തിയാണ്. ആരാണ് ആ വ്യക്തി? കർത്താവായ യേശു ക്രിസ്തു. യേശുവിൻ്റെ അരികിൽ വന്നാൽ മകനെ നിനക്ക് സന്തോഷം ലഭിക്കും. യേശുവിൽ ആശ്രയിച്ചാൽ നിന്റെ ദുഃഖങ്ങൾ മാറും. ഹല്ലേലൂയ. യേശുവിൻ്റെ വചനം നീ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ വചനപ്രകാരം ജീവിക്കാൻ ജീവിതം സമർപ്പിച്ചാൽ മകനെ നിന്റെ ഹൃദയത്തിൽ നദി പോലെ ഒഴുകുന്ന സമാധാനം കിട്ടും.